ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന് ആഫ്രിക്കയിലേക്ക് തിരിച്ച രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാത്രി അങ്കോളയിലെത്തും. അങ്കോള പ്രസിഡന്റ് ലൊറൻസോയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. തുടർന്ന് ബോട്സ്വാനയിലേക്ക് തിരിക്കുന്ന രാഷ്ട്രപതി 13 വരെ അവിടെ തുടരും. സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം പരിഗണിക്കാതെ എല്ലാവർക്കും കൃത്യസമയത്ത് നീതി ലഭ്യമാകുമ്പോൾ മാത്രമേ അത് സാമൂഹിക നീതിയുടെ അടിത്തറയായി മാറുകയുള്ളൂവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിയമസഹായ സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് സുപ്രീം കോടതിയിൽ നടക്കുന്ന ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എറണാകുളത്ത് നിന്ന് KSR ബംഗളൂരുവിലേക്കുള്ള വന്ദേഭാരത് എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗ് മുഖേന നിർവഹിച്ചു. ഇതുൾപ്പെടെ 4 പുതിയ വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിനുകളാണ് ശ്രീ മോദി ഇന്ന് വാരാണസിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്തത്. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം അടുത്ത മാസം 1 മുതൽ 19 വരെ നടക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇത് സംബന്ധിച്ച അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. UAE സഹിഷ്ണുതാ സഹവർത്തിത്വ വകുപ്പ് മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാനുമായി UAEയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി. കേരളവും UAEയുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്തതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 2000 രൂപയായി വർദ്ധിപ്പിച്ച പ്രതിമാസ സാമൂഹിക സുരക്ഷാ പെൻഷനും കുടിശ്ശികയിലെ അവസാന ഗഡുവായ 1600 രൂപയും ഉൾപ്പെടെ 3600 രൂപ ഈ മാസം 20-ന് ശേഷം വിതരണം ചെയ്യുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. സാധാരണക്കാർക്ക് നിരവധി ആനുകൂല്യങ്ങൾ നൽകുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരിന്റേതെന്നും മന്ത്രി പറഞ്ഞു. ഇടുക്കി ജില്ലയിൽ 2 കാത്ത് ലാബുകൾ അനുവദിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇടുക്കി മെഡിക്കൽ കോളേജിലും അടിമാലി താലൂക്ക് ആശുപത്രിയിലുമാണ് കാത്ത് ലാബുകൾ അനുവദിച്ചത്. ഇവ പ്രവർത്തന സജ്ജമാകുന്നതോടെ കേരളം രാജ്യത്ത് എല്ലാ ജില്ലകളിലും കാത്ത് ലാബുള്ള ആദ്യ സംസ്ഥാനമായി മാറുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. പാലക്കാട് 31 സഹകരണ സംഘങ്ങൾ നെല്ല് സംഭരിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചതായി മന്ത്രി VN വാസവൻ. സഹകരണ ബാങ്കുകൾ വഴി നെല്ല് സംഭരിക്കുന്നത് ചർച്ച ചെയ്യാൻ ചേർന്ന മന്ത്രിസഭാ ഉപസമിതി യോഗത്തിനു ശേഷം പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗ്രാമീണ മേഖലകളിൽ ആധുനിക സൌകര്യങ്ങളോടെയുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചതായി മന്ത്രി PA മുഹമ്മദ് റിയാസ്. കോഴിക്കോട് കുന്നമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതുതായി നിർമ്മിച്ച കവാടം, കളരിക്കണ്ടിയിൽ നിർമ്മിച്ച ആയുർവേദ ഡിസ്പെൻസറി കെട്ടിടം എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള ലോകായുക്ത ആക്ട് ആൻഡ് റൂൾസ് പുസ്തകത്തിന്റെ പ്രകാശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൊവ്വാഴ്ച നിർവഹിക്കും. സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാന പിന്നാക്കവർഗ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് G ശശിധരൻ പുസ്തകം ഏറ്റുവാങ്ങും. മദർ ഏലീശ്വയെ കത്തോലിക്ക സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി. എറണാകുളം വല്ലാർപാടം ബസിലിക്കയിൽ നടന്ന ചടങ്ങിൽ മാർപ്പാപ്പയുടെ പ്രതിനിധിയാണ് പ്രഖ്യാപനം നടത്തിയത്. തുടർന്ന് മദറിന്റെ തിരുശേഷിപ്പ് വല്ലാർപാടം പള്ളിയിലെ അൾത്താരയിൽ പ്രതിഷ്ഠിച്ചു. തൃശൂർ കുതിരാനിൽ കാട്ടാന ആക്രമണം നേരിട്ട പ്രദേശങ്ങൾ മന്ത്രി K രാജൻ സന്ദർശിച്ചു. പ്രദേശവാസികളുടെ കൂടി സേവനം ഉൾപ്പെടുത്തി ചുരുങ്ങിയ കാലയളവിൽ ആനയെ പിടികൂടാൻ കഴിയുമെന്ന വിശ്വാസമാണ് വനംവകുപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളതെന്ന് മന്ത്രി പറഞ്ഞു. പ്രശ്നമൊഴിയുന്നതുവരെ വനംവകുപ്പിന്റെ സേവനം തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു. കോഴിക്കോട് കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ മുക്കം അഗസ്ത്യൻമുഴി പുതിയ പാലം നിർമ്മിക്കുന്നതിന് 3.1 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു. 14 മീറ്റർ വീതിയിൽ ഗതാഗതം തടസ്സപ്പെടുത്താത്ത വിധത്തിലാണ് പാലം നിർമ്മിക്കുന്നത്. പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിന് കൊടിയേറി. പ്രധാനപ്പെട്ട 4 ക്ഷേത്രങ്ങളിലും കൊടിയേറ്റ ചടങ്ങുകൾ നടന്നു. ഈ മാസം 14-നാണ് 1ാം തേരുത്സവം. അട്ടപ്പാടിയിൽ പാതി പണി കഴിഞ്ഞ് ഉപയോഗിക്കാതെ കിടന്നിരുന്ന വീടിടിഞ്ഞു വീണ് സഹോദരങ്ങളായ 2 കുട്ടികൾ മരിച്ചു. അട്ടപ്പാടി കരുവാര ഊരിലെ അജയ് ദേവി ദമ്പതികളുടെ മക്കളായ 7ഉം 4ഉം വയസ്സുള്ള ആദി, അജിനേഷ് എന്നിവരാണ് മരിച്ചത്. ഈ വർഷത്തെ നാവികസേനാ ദിനാഘോഷ പരിപാടികൾ അടുത്ത മാസം 4-ന് തിരുവനന്തപുരത്ത് നടക്കും. നാവികസേനയുടെ വിവിധ മേഖലകളിലെ മികവും ശക്തിയും എടുത്തുകാട്ടുന്ന പരിപാടികൾ അരങ്ങേറും. ആകാശവാണി സംഗീത സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിലാണ് സംഗീത സമ്മേളനം നടക്കുന്നത്. SIR നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ എന്യൂമറേഷൻ ഫോം വിതരണം 5ാം ദിവസമായ ശനിയാഴ്ചയും തുടരുന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഇന്ന് വൈകിട്ട് 6 മണിവരെ ഏകദേശം 46,96,493 പേർക്ക് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തുവെന്ന് അദ്ദേഹം അറിയിച്ചു. കാലാവസ്ഥാടിസ്ഥാനമാക്കിയുള്ള വിള ഇൻഷുറൻസ് പദ്ധതിയിൽ പാലക്കാട് ജില്ലയിലെ നെൽകർഷകർക്ക് പേര് ചേർക്കാനുള്ള അവസാന തീയതി ഈ മാസം 15 വരെ നീട്ടാൻ കേന്ദ്ര കൃഷി മന്ത്രാലയം തീരുമാനിച്ചു. കർഷകരുടെ എൻറോൾമെന്റ് നിരക്ക് കുറവായതിനാലാണ് തീരുമാനം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.